അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. ഫാത്തിഹ എന്ന സൂറത്ത് അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ അടിയിലെ നിക്ഷേപങ്ങളിൽ നിന്ന് അവതരിക്കപ്പെട്ടതാണ്. സൂറത്തുൽ ഫാത്തിഹ ഖുർആനിലെ ആദ്യത്തെ സൂറത്താണ്. വെറും പാരായണം ചെയ്ത് തീർക്കുന്ന ഒരു സൂറത്ത് മാത്രമല്ല ഇത്. ഈ സൂറത്ത് അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സമ്പൂർണ്ണ പ്രാർത്ഥന കൂടിയാണ് ഇത്. ഈ സൂറത്ത് അർത്ഥമറിഞ്ഞ് ചൊല്ലിയാൽ എന്ത് നല്ല മനോഹരമാണെന്നറിയാമോ? ഈ സൂറത്ത് ഓതുമ്പോൾ നമ്മുടെ മനസ്സിന് ആശ്വാസം കിട്ടും. വിഷമവും ഭയവും നിറഞ്ഞ സമയത്ത് അള്ളാഹുവിനെ ഓർക്കാനും അവനിൽ ആശ്രയിക്കാനും നമുക്ക് സഹായമാകുന്നു. ഈ സൂറത്ത് ഓതുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ നേരിട്ട് ദുആ ചെയ്യുന്ന ബോധം നമുക്കുണ്ടാകും. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം നമ്മൾ സഹായം തേടുന്നു എന്ന ആശയം നമ്മെ ഒടുവിൽ അള്ളാഹുവിൽ ആശ്രയിപ്പിക്കാൻ പഠിപ്പിക്കുന്നു. നേരായ വഴിക്കുള്ള പ്രാർത്ഥന. ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുക്കുന്നതിന് വഴിത്തിരിവുകളിലും ശരിയായ വഴി കാണിച്ചു തരണമെന്ന് ഞാൻ നിരന്തരം അള്ളാഹുവിനോട് ചോദിക്കുന്നു. നമ്മുടെ വിശ്വാസം ശക്തമാകുന്നു. അള്ളാഹു റഹ്മാനും കരുണാനിധിയുമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രയാസങ്ങളിൽ പ്രതീക്ഷകൾ നൽകുന്നു. ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും അള്ളാഹുവിൻ്റെ കരുണയിൽ നിരാശരാകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു സന്ദേശമാണ് സൂറത്തുൽ ഫാത്തിഹ. നമസ്കാരത്തിൻ്റെ ഹൃദയമാണ്. ഓരോ നമസ്കാരത്തിലും ഫാത്തിഹ പാരായണം ചെയ്യുന്നതിലൂടെ ദിവസവും അള്ളാഹുമായുള്ള ബന്ധം നമുക്ക് കൂടുതൽ ശക്തമാകുന്നു. ഈ സൂറത്ത് എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് സുഖം പ്രാപിക്കാനുള്ള ഒരു സിദ്ധ ഔഷധവുമാണ്. ഈ സൂറത്ത് വീട്ടിൽ വെച്ച് പാരായണം ചെയ്താൽ അവന് മനുഷ്യരുടെയും ജിന്നിൻ്റെയും കണ്ണീർ കിട്ടുകയില്ല. ഈ സൂറത്തിൽ ഫാത്തിഹ അർത്ഥമറിഞ്ഞ് ചൊല്ലിയാൽ എന്ത് മനോഹരമാണെന്ന്. അർത്ഥമറിഞ്ഞ് ചൊല്ലിയാൽ നമുക്ക് മനസ്സിൽ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാൻ നമ്മൾക്ക് കഴിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജീവിതത്തിൽ എത്ര കുറവുകളും പ്രയാസങ്ങളും ഉണ്ടായാലും എല്ലാത്തിൻ്റെയും രക്ഷിതാവായ അള്ളാഹുവിനെ ഓർത്ത് നന്ദി പറയാം ഇത് നമ്മെ പഠിപ്പിക്കുന്നു. നന്ദിയുള്ള മനസ്സ് ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കും. അർ-റഹ്മാനിർ റഹീം. അള്ളാഹു പരമകാരുണ്യകനും കരുണാനിധിയുമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് വിഷമിക്കുന്ന സമയത്ത് പോലെ എൻ്റെ റബ്ബിൻ്റെ കരുണ എന്നിൽ നിന്ന് അകലുകയല്ല എന്ന പ്രതീക്ഷ നമ്മുടെ ഓരോ വിശ്വാസിയുടെയും മനസ്സിലുണ്ടാകുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം നമ്മൾ സഹായം തേടുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ എല്ലാവരെയും ആശ്രയിച്ച് തളരുന്നതിന് പകരം ആദ്യം നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയാൻ ഈ ആയത്തെ നമ്മെ പഠിപ്പിക്കുന്നു. എന്ത് പ്രയാസം വന്നാലും ജീവിതത്തിൽ വന്ന ആദ്യം നമ്മൾ അള്ളാഹുവിലേക്ക് വേണം ചെല്ലാൻ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഞങ്ങളെ നേരായ വഴിയിലേക്ക് നയിക്കണമേ. അത് നാം ഓരോ നമസ്കാരത്തിലും ആവർത്തിക്കുന്നു. ജീവിതത്തിൽ ഏത് തീരുമാനം എടുക്കണം, ഏത് വഴി തിരഞ്ഞെടുക്കണം, എന്താണ് നല്ലത്, എന്താണ് തെറ്റ്, എല്ലാത്തിനും അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭിക്കണമെന്ന് ഞാൻ ചോദിക്കുകയാണ്. ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധികൾക്കും നമ്മൾ ഓതി ദുആ ചെയ്താൽ മതി. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുമായുള്ള ആശ്രയം, പ്രതീക്ഷ, നന്ദി, ഹിദായത്ത് നേടൽ, ആത്മീയ വിശ്വാസം എന്നിവ വളർത്തുന്ന മഹത്തായ സൂറത്താണിത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ജീവിതത്തിൽ എത്ര വലിയ വിഷമങ്ങൾ വന്നാലും നമ്മൾ തനിച്ചാണെന്ന് ഒരിക്കലും കരുതരുത്. നമ്മളെ സൃഷ്ടിച്ച റബ്ബ് നമ്മളെ അറിയുന്നുണ്ട്. നമ്മുടെ കണ്ണുനീരും നമ്മുടെ പ്രയാസങ്ങളും അറിയുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹ വെറുതെ പാരായണം ചെയ്തു പോകാതെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തോടെ ചെല്ലാം. നിന്നോട് മാത്രം നമ്മൾ സഹായം തേടുന്നു, ഞങ്ങളെ നേരായ വഴിയിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥനയോട് അള്ളാഹുവിലേക്ക് തിരിയാം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, എന്ത് ദുഃഖങ്ങൾ സംഭവിച്ചാലും, എന്ത് പ്രയാസങ്ങൾ സംഭവിച്ചാലും, എന്ത് പരീക്ഷണങ്ങൾ വിചാരിച്ചാലും അള്ളാഹുവിൻ്റെ കരുണയിൽ പ്രതീക്ഷ കൈവിടാതിരിക്കണം. ആ പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ തടലില്ല സുഹൃത്തുക്കളെ. പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കുമെന്നുള്ള വിചാരത്തോടു കൂടി അള്ളാഹുവിനെ ആശ്രയിച്ച് ജീവിച്ചാൽ നമുക്കത് ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും കിട്ടും.
സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം, ജീവിതത്തിൽ ഹിദായത്തും നമ്മുടെ ദുആകൾക്ക് അള്ളാഹുവിൻ്റെ കരുണയും ലഭിക്കുന്ന ഒരു വഴിയാകട്ടെ. ദുആകൾക്ക് എളുപ്പം ഉത്തരം കിട്ടാനും ഏറ്റവും വലിയ മാർഗ്ഗമാണ് സൂറത്തുൽ ഫാത്തിഹ. ഏത് ദുആ ചെയ്താലും നമുക്ക് എന്ത് സാധിക്കണമെന്നുണ്ടെങ്കിലും ദുആ ചെയ്താൽ ഈ സൂറത്തുൽ ഫാത്തിഹ ഓതി ദുആ ചെയ്താൽ തീർച്ചയായും അള്ളാഹു അത് സ്വീകരിക്കും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നേരായ പാതയിൽ ഉറപ്പിച്ച് നിർത്തട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്ന് ലൈക്ക്